ഹലോ, എല്ലാവർക്കും SZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ IB-SAയുടെ നെക്സ്റ്റ് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എസ്സേയുടെ ഫസ്റ്റ് ടയർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാളിഫയിങ്ങിന്റെ ഒരു എക്സാം മാത്രമാണ് വരുന്നത്. ജസ്റ്റ് എന്താണ് ഒരു പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലേക്കും ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്കറിയാം 50 മാർക്കില് ജസ്റ്റ് ഒരു 20 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. നമുക്ക് കിട്ടേണ്ടത് 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് സക്സസ് ആയി ക്വാളിഫൈ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പൊതുവെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസും മലയാളത്തിൽ ഒരു സെന്റൻസും കമ്പയർ ചെയ്യുമ്പം അവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒക്കെ എന്താണ് നമ്മൾ ഇതിനൊക്കെ പ്ലേസ് ചെയ്യുന്നതിന്റെ ഒരു വേറെ ഒരു ആയിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പൊ ഓരോ വേർഡ്സ് നോക്കിയിട്ട് അത് പറക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അർത്ഥം ക്ലിയർ ആവില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു സെന്റൻസിന്റെ കംപ്ലീറ്റ്നെസ്സിനോ അല്ലെങ്കിൽ ആ മീനിങ്ങിനോ വലിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു വേർഡ് അപ്പൊ കറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വേർഡിന്റെ കറക്റ്റ് നമുക്ക് അതിനെ മലയാളം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് അതിന് പകരം തന്നെ ആ അർത്ഥം കംപ്ലീറ്റ് ആകുന്ന ഒരു സെന്റൻസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ അർത്ഥം കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള മലയാളം വേർഡ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യും. എക്സാക്ട് ട്രാൻസ്ലേഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ അർത്ഥവത്തായിട്ട് നമ്മൾ എങ്ങനെയാണോ ആ സെന്റൻസിനെ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രാമർ അറിയില്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആവാതെ ആ സെന്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ടെൻസ് എന്ന് പറയുന്ന ഏരിയയിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈസ്, വോർ, അതുപോലെ തന്നെ ഹാവ് ചേർക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തോന്നും അല്ലെ. പാസ്റ്റ് ടെൻസിലാണോ പ്രസന്റിലാണോ അത് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാതിരിക്കും. മീൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പം നമുക്ക് തരുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് തന്നിരിക്കുന്ന പാസേജ് കഴിഞ്ഞു പോയ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ട്രാൻസ്ലേഷനും എന്ത് തന്നെ വേണം, ഡെഫിനറ്റ്ലി അത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട് പാസ്റ്റ് ടെൻസിൽ തന്നെ നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യണം. പാസ്റ്റ് ടെൻസിൽ ഒരു പാസേജ് തന്നിട്ട് അത് നമ്മൾ പ്രസന്റിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യരുത്. അതെങ്ങനെയാണ് അത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങനെ മനസ്സിലാക്കണം. ആ ഒരു സെന്റൻസ് അത് പാസേജ് ആദ്യം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ആ അർത്ഥം, അതായത് നമുക്ക് ആ ഒരു ആശയം വ്യത്യാസമില്ലാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് ന്യൂസ് പേപ്പർ ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂസ് പേപ്പർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ദിവസവും ഇന്ന് മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് ഒരു പാരഗ്രാഫ് നമ്മുടെ ഇംഗ്ലീഷിന്റെ എഡിറ്റോറിയൽ നമുക്ക് അതിന് ചോദ്യം വരില്ല. സാധാരണ വളരെ സിമ്പിൾ ആണ്, നമുക്ക് ട്രാൻസ്ലേഷൻ തരുന്ന പാസേജസ് ഒക്കെ സിമ്പിൾ ആണ്. പക്ഷെ എഡിറ്റോറിയൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവിടെ കുറെ വേർഡ്സ് നമുക്ക് കിട്ടും. നമ്മൾ അത് നോക്കി ഇത് ഇന്നതാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആകും. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് നമ്മൾ ഹിന്ദു എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് തിരിച്ച് അതുപോലെ ചെയ്യുക. അതാണ് നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പർ, നമുക്ക് മലയാള മനോരമയോ അതുപോലെ മാതൃഭൂമിയോ എടുത്തിട്ട് അതിന് തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. കാര്യം നമുക്ക് തരുന്ന പാസേജ് എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് ഇന്ത്യയുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് തരാം. അതുപോലെ കറണ്ട് ആയിട്ട് ഇപ്പൊ നടന്നിരിക്കുന്ന നമുക്ക് ഒരു എക്സാമ്പിൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ കടുകട്ടയായിട്ടായിരിക്കില്ല, നമുക്കത് മനസ്സിലാക്കി 10th ലെവൽ ആണ് എക്സാം എങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കടുകട്ടയായിട്ട് ട്രാൻസ്ലേഷൻ തരില്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പരിശോധിക്കുമ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ആ ഒരു പാസേജ് കാണിച്ചിട്ടുള്ളതാണ്. ഉക്രൈൻ വാറിനെ കുറിച്ചും ഇന്ത്യയുടെ ജോഗ്രഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് വളരെ പ്രധാനപ്പെട്ടത് റിയൽ
ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. എന്താ വരുന്നത്? അതായത് നമുക്ക് ഒരു 50 അഡ്മിനിസ്ട്രേറ്റീവ് വേർഡ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഗവൺമെന്റ്, പോളിസി, സെക്യൂരിറ്റി, സിറ്റിസൺ, ലോ, അതുപോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ടാവും. അതിന്റെ ഇംഗ്ലീഷും മലയാളവും എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കുറച്ച് കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന നമ്മുടെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രൈം, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം തുടങ്ങിയ കുറച്ച് നാഷണൽ ബോർഡേഴ്സ്, സെക്യൂരിറ്റി മിഷൻ, അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ മലയാളത്തിലും, നമുക്ക് ചിലപ്പോൾ മലയാളം ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ വേർഡ്സ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുക. പിന്നെ വലിയൊരു കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് മസ്റ്റ് ആയിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ കോൺടെക്സ്റ്റ് ഒക്കെ വെച്ച് സൗണ്ട് ഒക്കെ വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്തൊക്കെ എഴുതി നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 സ്റ്റെപ്പ് ഹാക്ക് ഉണ്ട്. അതിൽ ഈ ഒരു സ്റ്റെപ്പ് ഹാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോംപ്ലക്സിറ്റി എക്സാമിനകത്ത് ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ, നമ്മൾ കോംപ്ലക്സ് സെന്റൻസിനേക്കാളും ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ സെന്റൻസസ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രമാറ്റിക്കൽ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സിനേക്കാളും സിമ്പിൾ സെന്റൻസസ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, നമുക്ക് ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും ചിലതിൻ്റെയൊക്കെ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം കമ്പ്യൂട്ടർ എന്നുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വേർഡ്സ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു നോക്കിയപ്പോൾ തന്നെ നമുക്ക് യങ് ഫോൾഡ് മൗണ്ടെയിൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് എക്സാക്ട് ആണ് മടക്ക് പർവ്വതം എന്നൊക്കെ പറയും, ഹിമാലയൊക്കെ. അപ്പൊ അതിൽ ചില ടേൺസ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ സൈക്ലോൺസ്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൈക്ലോൺസിനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ചുഴലിക്കാറ്റ് വരുമ്പോൾ അതെല്ലാം ചാക്രിക വ്യൂഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇതായിട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് അതിന് അർത്ഥം കറക്റ്റ് ആവുന്ന രീതിയിലുള്ള വേർഡ്സ് നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഒരു 20-20-25-25-10 റൂളാണ്. ഇവിടെ 25 മിനിറ്റ്സ് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ലോക്കൽ ലാംഗ്വേജ് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും 10 മിനിറ്റ്സ് നമുക്ക് പ്രൂഫ് റീഡിങ്ങും സ്പെല്ലിങ്ങും കറക്റ്റ് ആയിട്ടുള്ള പഞ്ച്വേഷനും കൊടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഹാൻഡ് റൈറ്റിങ് വായിക്കുന്ന രീതിയിൽ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ഇല്ല എങ്കിൽ നിങ്ങളൊരു 4 ലൈൻ കോപ്പി എഴുതിയിട്ട് വാങ്ങിച്ചിട്ട് സെൽഫായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് IB Tier 2ന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വളരെ ചുരുങ്ങിയ ടൈമിൽ പറഞ്ഞതാണ്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഡെയിലി മീൻസ് നമ്മൾ ഡെയിലി നിങ്ങളെ കൊണ്ട് മോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പേപ്പർ കറക്ഷൻ, അതായത് നിങ്ങളെ കൊണ്ട് പാസേജ് തന്ന് തിരിച്ച് വാങ്ങിച്ച് നമ്മൾ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 50+ മോക്കാണ്. എക്സാം കഴിയുന്ന വരെയാണ് വാലിഡിറ്റി വരുന്നത്. അതുകൂടാതെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ ആയിട്ട് ലൈവ് ക്ലാസ്സസ് നമ്മൾ വരുന്നുണ്ട്. വീക്ക്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ വൊക്കാബ്സ് പ്രാക്ടീസും നമ്മൾ കറണ്ട് അഫേഴ്സ് നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ പൊസിഷൻ ആൻഡ് വെൽ UPSC ആൻഡ് ഇന്റർവ്യൂ, അതുപോലെ അതൊക്കെ ക്രാക്ക് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ UPSC ലെവലിലെ ഫാക്കൽറ്റീസിന്റെ ഇന്റർവ്യൂയും ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ലേഷൻ പ്രൊസീജിയർ ഒക്കെ നമ്മുടെ കോഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.